2 മാസത്തോളം മലപ്പുറം കാളികാവിനെ വിറപ്പിച്ച ആളക്കൊല്ലി കടുവയെ തൃശൂരിലെ മൃഗശാലയിലേക്ക് കൊണ്ടുപോയി. വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയ കടുവയെ നാട്ടുകാരുടെ ആവശ്യപ്രകാരമാണ് തൃശൂരിലേക്ക് കൊണ്ടുപോയത്. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, 2 മാസത്തോളം വലിയ ദൗത്യമായിരുന്നു. പക്ഷേ കാളികാവിനെ വിറപ്പിച്ച കടുവയെ പിടികൂടാൻ കഴിയാത്തതിൽ വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഉൾപ്പെടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എങ്ങനെയാണിത് കൂട്ടിൽ കുടുങ്ങിയത്? എങ്ങനെയായിരുന്നു നാട്ടുകാരുടെ പ്രതികരണം? ഇപ്പോൾ എവിടേക്കാണ് എത്തിക്കുന്നത്? പ്രതീക്ഷ 53 ദിവസം നീണ്ടുനിന്ന ഭീതിക്കും ആശങ്കയ്ക്കുമാണ് വിരാമമായത്. ഇന്ന് രാവിലെയോടെയാണ് ഈ ആളെക്കൊല്ലി കടുവ കൂട്ടിലകപ്പെടുന്നത്. തുടർന്ന് വനംവകുപ്പ് സ്ഥലത്തെത്തി മാറ്റാനുള്ള നീക്കങ്ങൾ തുടരുന്നതിനിടെ നാട്ടുകാർ പ്രതിഷേധവുമായി എത്തി. നാട്ടുകാരുടെ ആവശ്യം ഒന്നുകിൽ കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നായിരുന്നു. പക്ഷേ വനംവകുപ്പിനെ സംബന്ധിച്ച് നമുക്കറിയാൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നാട്ടുകാർക്ക് ഒരു ഉറപ്പ് നൽകി ഇതിനെ ഇവിടെ നിന്ന് മാറ്റാം, അത് മൃഗശാലയിലേക്കോ മറ്റോ മാറ്റാം എന്നായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് തൃശൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് കടുവയെ മാറ്റാനുള്ള തീരുമാനം ഉടനെ തന്നെ നാട്ടുകാരെ അറിയിച്ചതിന് ശേഷമാണ് പ്രതിഷേധങ്ങൾക്ക് അയവ് വന്നത്. അങ്ങനെയാണ് കടുവയെ അവിടെ നിന്ന് മാറ്റിയത്. ഇപ്പോൾ വൈകിട്ടോടു കൂടി അമരമ്പലത്തെ RRT ഓഫീസിലെത്തി കടുവയ്ക്ക് പ്രാഥമിക ചികിത്സ നൽകി ആരോഗ്യം പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ സുവോളജിക്കൽ പാർക്കിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും ഒരു നാടിൻ്റെ തന്നെ വലിയ ഭീതിക്ക് ഒരാശ്വാസമായിരിക്കുന്നു എന്നുള്ളതാണ് കാളികാവിലെ കടുവയെ പിടികൂടുമ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്.